എന്താണ്? ഇതിനെക്കുറിച്ച് നമ്മൾ ശരിക്കും തിരിച്ചറിയണം. ബഹുമാനികളെ, ഈമാൻ ലഭ്യമാകണമെന്നുണ്ടെങ്കിൽ ഈമാൻ ഉണ്ടാകാൻ അടിസ്ഥാനപരമായ ആവശ്യ ഘടകം ഇൽമുണ്ടാവുക എന്നുള്ളതാണ്, അറിവ് സമ്പാദിക്കുക എന്നുള്ളതാണ്. അറിവ് സമ്പാദിക്കുക എന്ന് പറയുമ്പോഴും അറിവ് ഒരു വിശാലമായ സമുദ്രമാണ്. ഏത് അറിവിലൂടെയാണ് ഒരാൾ ഈമാനിന്റെ അവകാശിയായി മാറുക? അറിവെന്ന് പറയുമ്പോൾ, ഇൽമെന്ന് പറയുമ്പോൾ സർഫിനെ കുറിച്ച് പഠിപ്പിക്കുന്ന അറിവുണ്ട്, നഹ്വിനെ കുറിച്ച് പഠിപ്പിക്കുന്ന അറിവുണ്ട്, ഭാഷകളെ കുറിച്ച് പഠിപ്പിക്കുന്ന അറിവുണ്ട്, നിസ്കാരത്തിന് ഇബാദത്തുകളെ കുറിച്ച് പറയുന്ന അറിവുണ്ട്, ചരിത്രങ്ങളെ കുറിച്ച് പറയുന്ന അറിവുണ്ട്, മന്ദിക്കിന്റെ ഇൽമുണ്ട്, ഫൽസഫയുടെ ഇൽമുണ്ട്. ഏതെല്ലാം വിശാലമായ ഇൽമുകൾ ലോകത്ത് ചർച്ച ചെയ്യപ്പെടുന്നുണ്ട്. ഇതിലുള്ള ഏത് ഇൽമു സമ്പാദിച്ചാലാണ് ഒരാള് ഈമാനിന്റെ അവകാശിയായി മാറുക? എപ്പോഴാണ് ഇയാൾ മൂമിനാവുക? ആ മൂമിനാവലോടുകൂടി അള്ളാഹുവിന്റെ വലിയായി മാറുക. ഈ വലിയായി മാറാൻ പറ്റിയതായ ആ ഈമാനിലേക്ക് എത്തിക്കുന്ന ഇൽമു ഏതാണ് എന്ന കാര്യം നാം ശരിക്കും മനസ്സിലാക്കുകയും ചിന്തിക്കുകയും ചെയ്യണം. ബഹുമാനികളെ, നാം ഏതെങ്കിലും ഗ്രന്ഥങ്ങൾ മാത്രം കയ്യിലെടുത്തുകൊണ്ട് ആ ഗ്രന്ഥങ്ങളിലൂടെ മാത്രം പഠിച്ചെടുക്കാൻ പറ്റിയതായ ഒരു ഇൽമല്ല ഈമാൻ ഉണ്ടാക്കാനുള്ള ഇൽമ്. ഈമാൻ നേടണമെന്നുണ്ടെങ്കിൽ ഈ ഗ്രന്ഥത്തിന് ഉപരിയായിക്കൊണ്ട് ഈ ഗ്രന്ഥങ്ങൾ മനസ്സിലാക്കി അതിലുപരി അള്ളാഹുവിന്റെ ഒരു ആരിഫായ അള്ളാഹുവിനെ കുറിച്ച് തിരിച്ചറിയുന്ന മഹാനവറുകളുടെ സഹവാസത്തിൽ ഇരുന്നുകൊണ്ട് സ്വയം ആരിഫീങ്ങളുടെ പദവിയിലേക്ക് എത്തിയതായ മഹാന്മാരുടെ സഹവാസത്തിലൂടെ മാത്രമേ ഈമാൻ ഉണ്ടാക്കാൻ മതിയായ ആ അറിവ് കരസ്ഥമാക്കാൻ ഒരാൾക്ക് സാധ്യമാവുകയുള്ളൂ. അതല്ല എന്നുണ്ടെങ്കിൽ ലോകത്ത് അറിവുകൾ ധാരാളമുണ്ട്, പക്ഷേ ആ അറിവിലൂടെയൊന്നും അയാൾക്ക് ഈമാനിന്റെ വക്താവായി മാറാൻ കഴിയുകയില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല ഏതൊരു കാര്യത്തെ കുറിച്ചാണോ അറിവ് എന്ന് പറഞ്ഞിട്ടുള്ളത്, അല്ലാഹു തആല ഏതൊരു അറിവിനെയാണോ ഖുർആനിലൂടെയും ഹദീസിലൂടെയും അല്ലാഹുവും റസൂലും സ്തുതിച്ചുകൊണ്ട് പ്രകീർത്തിച്ചുകൊണ്ട് നമുക്ക് പറഞ്ഞു തന്നിട്ടുള്ളതെങ്കിൽ ആ അറിവിന്റെ പ്രത്യേക ചില അടയാളങ്ങളുണ്ട്. ആ അടയാളങ്ങൾ അറിവ് പഠിച്ച ആളിൽ ഉണ്ടാകുമ്പോൾ മാത്രമേ അയാൾ ഈമാനികമായ അറിവിന്റെ വക്താവാണ് എന്ന് പറയാൻ പറ്റുകയുള്ളൂ. അറിവുകൾ ധാരാളം പറയാനും അതിന്റെ ഡിഗ്രികൾ ധാരാളം ഉള്ളതുകൊണ്ട് അയാൾ അല്ലാഹുവും അവന്റെ റസൂലും പറഞ്ഞതായ ഈമാനിലേക്ക് എത്തുന്ന അറിവിന്റെ വക്താവാണ് എന്ന് പറയാൻ പറ്റുകയില്ല. ഞാൻ ബാക്കിയാത്തിൽ നിന്ന് പഠിച്ച് വിരമിച്ച ആളാണ്, ഞാൻ നിസാമിയയിൽ നിന്ന് പഠിച്ച ആളാണ്, ഇന്നാലിന്റെ കിതാബുകളോട് ഞാൻ കാമിലായ ആളാണ് എന്നൊന്നും പറഞ്ഞതുകൊണ്ട് ഈമാനിന്റെ വക്താവായി മാറാൻ കഴിയുകയില്ല. ഈമാൻ ഉണ്ടാക്കാൻ മതിയായ അറിവുകൾ സമ്പാദിച്ചു എന്നും അതുകൊണ്ട് ഒരാൾക്ക് മനസ്സിലാക്കാൻ കഴിയുകയില്ല. ഈമാനിന്റെ അടയാളമായിക്കൊണ്ട് ഏതൊരു ഇൽമിനെ വിശേഷിപ്പിച്ചിട്ടുണ്ടോ ആ ഇൽമിന്റെ പ്രത്യേകത, ആ ഇൽമ ഒരാൾക്ക് വന്നു കഴിഞ്ഞാൽ അയാളുടെ ഹൃദയത്തിൽ അള്ളാഹുവിനോടുള്ള സ്നേഹം വർദ്ധിക്കാൻ തുടങ്ങും. അള്ളാഹുവിനോട് അയാൾക്ക് സ്നേഹമായി മാറും, അള്ളാഹുവിന്റെ റസൂലിനോട് അയാൾക്ക് സ്നേഹമായി മാറും, അള്ളാഹുവിനോടുള്ള ഖശിയത്ത്, പേടി അയാളുടെ ഉള്ളിൽ ഉണ്ടാകാൻ തുടങ്ങും. ബഹുമാനികളെ, നാം ആലോചിക്കേണ്ടതാണ്. ഇന്ന് ധാരാളം ഇൽമുകൾ നാം അവകാശപ്പെടുന്നു, പല സ്ഥലങ്ങളിൽ നിന്നും പല സന്ദർഭങ്ങളിൽ നിന്നും ധാരാളം അറിവുകൾ നാം പഠിച്ചുകൊണ്ടിരിക്കുന്നു. നാം ആലോചിക്കേണ്ടതാണ്, ഈ അറിവിലൂടെ എന്റെ മനസ്സിൽ അള്ളാഹുവിനോടുള്ള സ്നേഹം വർദ്ധിച്ചിട്ടുണ്ടോ? അള്ളാഹുവിന്റെ റസൂലിനോട് സ്നേഹം വർദ്ധിച്ചു വരുന്നുണ്ടോ? എന്റെ ഉള്ളിൽ അള്ളാഹുവിന്റെ ഖശിയത്ത് സ്ഥലം പിടിക്കുന്നുണ്ടോ? അള്ളാഹുവിനെ കുറിച്ചുള്ള ഭക്തിയും പേടിയും എന്റെ ഉള്ളിൽ ഇടം പിടിക്കുന്നുണ്ടോ എന്ന ഈ കാര്യത്തിനെ കുറിച്ച് നാം ചിന്തിക്കാൻ തയ്യാറാകണം. യഥാർത്ഥ ഇൽമു കരസ്ഥമാക്കിയ വ്യക്തി അവൻ ഈമാനിലേക്ക് എത്തിയിട്ടുണ്ടെങ്കിൽ അവന്റെ ഉള്ളിൽ അള്ളാഹുവിനോട് സ്നേഹമായിരിക്കും. മുഅ്മിനായ മനുഷ്യൻ അള്ളാഹുവിനെ ശക്തമായി സ്നേഹിക്കുന്നവനാണ്, അള്ളാഹുവിന്റെ റസൂലിനെ സ്നേഹിക്കുന്നവനാണ്. ഈ സ്നേഹത്തിലേക്ക് എത്തിക്കുന്ന അറിവേതോ ആ അറിവ് നാം സമ്പാദിക്കുകയാണ് വേണ്ടത്. ആ അറിവ് എവിടെയാണ് എനിക്ക് കിട്ടുക എന്ന് നാം അന്വേഷിക്കുകയും അത് പഠിക്കാൻ വേണ്ടി നാം അധ്വാനിക്കുകയും ചെയ്യണം. നമ്മുടെ ഉള്ളിൽ അള്ളാഹുവിനോട് സ്നേഹമായി വരണം, അള്ളാഹുവിന്റെ റസൂലിനോട് സ്നേഹമാകണം. ദുനിയാവിന്റെ സ്നേഹം നമ്മുടെ ഉള്ളിൽ നിന്ന് പുറത്തു പോകണം. അള്ളാഹുവിന്റെ സ്നേഹം നമ്മൾ അവകാശപ്പെടുന്നു, അള്ളാഹുവിന്റെ റസൂലിന്റെ സ്നേഹം നമ്മൾ അവകാശപ്പെടുന്നു. ഏതൊരാളുടെ ഉള്ളിൽ അള്ളാഹുവിനുള്ള സ്നേഹം സ്ഥലം പിടിച്ചോ അവൻ അള്ളാഹുവിനെ കൂടുതൽ ഓർക്കുന്നവനാണ്, അവൻ ദുനിയാവിനെ കുറിച്ച് ഓർക്കുന്നവനാവുകയില്ല. ദുനിയാവിനെ സ്നേഹിക്കുകയും ദുനിയാവിനെ ഓർത്തുകൊണ്ടിരിക്കുകയും ചെയ്യുന്ന ഒരു മനുഷ്യനെ കുറിച്ച് അവൻ അള്ളാഹുവിനെയും അവന്റെ റസൂലിനെയും സ്നേഹിക്കുന്നവനാണെന്ന് പറയാൻ പറ്റുകയില്ല. അള്ളാഹുവിനോട് ഏതൊരു മനുഷ്യന് സ്നേഹമായോ അള്ളാഹുവിന്റെ റസൂലിനോട് സ്നേഹമായോ ഈ ഭൗതിക വസ്തുക്കളുടെ സ്നേഹം അവന്റെ ഉള്ളിൽ നിന്ന് പുറത്തു പോകണം. അവയെക്കുറിച്ചുള്ള ചർച്ച പുറത്തു പോകണം. അവയെക്കുറിച്ചുള്ള ചർച്ച പുറത്തു പോയിട്ടില്ല. ധാരാളം അറിവുകൾ പഠിച്ചിട്ടുണ്ട്, കിതാബുകൾ ഓതിയിട്ടുണ്ട്, പക്ഷെ എപ്പോഴുമുള്ള ചിന്തയും വിചാരവും ചർച്ചയും ഒക്കെ ഈ ദുനിയാവിലെ ഭൗതികമായ വസ്തുക്കളെ കുറിച്ച് മാത്രമാണ്. അള്ളാഹുവിനെ കുറിച്ചുള്ള ചർച്ച അവനില്ല, അള്ളാഹുവിന്റെ റസൂലിനെ കുറിച്ചുള്ള ഓർമ്മ അവനില്ല. അള്ളാഹുവിന്റെയും അവന്റെ റസൂലിന്റെയും ഓർമ്മ വല്ലപ്പോഴും അവന്റെ ഉള്ളിൽ വരികയാണെങ്കിൽ തന്നെ അവൻ ഓർക്കുന്നത് തന്നെ ഈ ദുനിയാവ് സമ്പാദിക്കാൻ വേണ്ടിയാണ് അവൻ അള്ളാഹുവിനെ ഓർക്കുന്നത്. നാം ആലോചിക്കണം, അള്ളാഹുവിനെ ഓർക്കുന്ന വ്യക്തി യഥാർത്ഥത്തിൽ ഈ ദുനിയാവിന്റെ സ്നേഹം പോയതിനാൽ ഉണ്ടാകുന്ന ഒന്നാണ് അള്ളാഹുവിന്റെ ഓർമ്മ. അള്ളാഹുവിനോട് സ്നേഹം ഉണ്ടാകുന്നു.
ഏതൊരു വസ്തുവിനെ ഒരു മനുഷ്യൻ സ്നേഹിച്ചോ അതിനെയായിരിക്കും അവൻ ഓർക്കുക. ഈ സ്നേഹിച്ചതിന്റെ പേരിലായിരിക്കണം അള്ളാഹുവിനെ നാം ഓർക്കുന്നത്. നേരെ മറിച്ച് നാം അള്ളാഹുവിനെ ഓർക്കുന്നത് എന്തിനു വേണ്ടിയാണ്? എന്തിനു വേണ്ടിയാണ് നാം അള്ളാഹുവിനെ ഓർക്കുന്നെങ്കിൽ ഓർക്കാൻ ശ്രമിക്കുന്നത്? അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യുന്നെങ്കിൽ എന്തിനാണ് ഇബാദത്ത് ചെയ്യുന്നത്? അള്ളാഹുവിനോട് ദുആ ചെയ്യുന്നെങ്കിൽ ഈ ദുആയുടെ ആവശ്യം എന്താണ്? നാം ദുആ ചെയ്യുന്നത്, അള്ളാഹുവിനെ ഓർക്കുന്നത്, അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യുന്നത് എന്റെ ഭൗതിക പ്രശ്നങ്ങൾക്ക് പരിഹാരമാകണം. എനിക്ക് സാമ്പത്തികമായ നഷ്ടങ്ങൾ സംഭവിക്കുന്നു, ഈ നഷ്ടങ്ങൾ ഒഴിവാകാൻ വേണ്ടിയാണ് അള്ളാഹുവിനെ ഓർക്കുന്നത്. ആരോഗ്യപരമായ പ്രശ്നങ്ങളുണ്ട്, ഈ പ്രശ്നങ്ങൾ നീങ്ങാൻ വേണ്ടിയാണ് അള്ളാഹുവിനെ ദിക്ർ ചെയ്യുന്നത്. ഇന്നാലിന്റെ ദിക്ർ ചെയ്താൽ ഇന്ന രോഗം മാറും, ഇന്നാലിന്റെ ദിക്ർ ചെയ്താൽ ഇന്ന മാതിരി ധനം കഴിക്കും. ഇങ്ങനെ ഇബാദത്ത് ചെയ്യുന്നതും ദുആ ചെയ്യുന്നതും അള്ളാഹുവിനെ ഓർക്കുന്നതുമൊക്കെ ഭൗതികമായ വസ്തുക്കൾ നേടാൻ വേണ്ടി മാത്രം. യഥാർത്ഥത്തിൽ അള്ളാഹുവിനെ ഓർക്കേണ്ടത് അള്ളാഹുവിനെ സ്നേഹിച്ചാൽ വേണ്ടിയിരുന്നു. അള്ളാഹുവിന്റെ സ്നേഹം നമ്മുടെ ഉള്ളിൽ ഉടലെടുത്തു. അള്ളാഹുവിനെ കുറിച്ച് നാം അറിഞ്ഞപ്പോൾ, ഒരു ആരിഫിന്റെ സഹവാസത്തിൽ നിന്നുകൊണ്ട് അള്ളാഹുവിനെ കുറിച്ചുള്ള അറിവുകൾ പഠിച്ചപ്പോൾ അതിലൂടെ അള്ളാഹുവിനോട് സ്നേഹമായി മാറി. ആ സ്നേഹത്തിന്റെ പേരിൽ അള്ളാഹുവിനെ നാം ഓർക്കുന്നവരാകേണ്ടിയിരുന്നു, അള്ളാഹുവിന്റെ റസൂലിനെ ഓർക്കേണ്ടിയിരുന്നു. ആ അറിവിന്റെ പേരിൽ അള്ളാഹുവിനുള്ള ഖശിയ്യത്ത് നമ്മുടെ ഉള്ളിൽ ഉണ്ടാകേണ്ടിയിരുന്നു. നമ്മുടെ ഉള്ളിൽ നിന്ന് അള്ളാഹുവിനുള്ള ഖശിയ്യത്തില്ല, അള്ളാഹുവിനെ കുറിച്ചുള്ള പേടിയില്ല. നമുക്ക് പേടിയുണ്ടെങ്കിൽ ഭരണാധിപന്മാരെ നമുക്ക് പേടിയാണ്, ജനങ്ങളെ നമുക്ക് പേടിയാണ്, പണക്കാരെ നമുക്ക് പേടിയാണ്, ആളുകളെ നമുക്ക് പേടിയാണ്. അവരെന്ത് പറയും, അവരെന്ത് ചെയ്യും? ഇന്നാലിന്റെ തെറ്റ് ഞാൻ ചെയ്താൽ ഭരണകൂടം എന്നെ ശിക്ഷിക്കും, ആളുകൾ എന്നെ പരിഹസിക്കും, ഇന്നവർ ഇന്നതുപോലെ എന്നെ പറയും. ഇങ്ങനെ ജനങ്ങളെ പേടിച്ചുകൊണ്ടാണ് നമ്മൾ തെറ്റുകളിൽ നിന്ന് മാറി നിൽക്കുന്നത്. എന്നാൽ ഏതൊരുത്തന്റെ ഹൃദയത്തിൽ അള്ളാഹുവിനോടുള്ള ഖശിയ്യത്ത് സ്ഥലം പിടിച്ചോ, ആ ഖശിയ്യത്ത് ഉണ്ടായാൽ ദോഷം ചെയ്യുക എന്നുള്ളത് വളരെ വിദൂരമായ കാര്യം. ദോഷത്തിന്റെ വിചാരം വന്നാൽ പോലും അള്ളാഹു തആല കോപിച്ചു പോകുമല്ലോ എന്ന് ഭയപ്പെട്ടുകൊണ്ട് അവൻ ദോഷത്തിന്റെ വിചാരത്തിൽ നിന്ന് തൗബ ചെയ്യാൻ തയ്യാറാണ്. ബഹുമാനികളെ, ഈ ഖശിയ്യത്തിലേക്ക് അള്ളാഹുവിനുള്ള സ്നേഹത്തിലേക്ക് ഏതൊരു ഇൽമാണോ നമ്മെ നയിക്കുന്നതെങ്കിൽ ആ ഇൽമിനെ കുറിച്ച് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും, ഇത് ഈമാനികമായ അറിവാണ്. ഇത് എന്നെ അള്ളാഹുവിന്റെ സുഹൃത്താക്കി മാറ്റുകയാണ്, വലിയാക്കി മാറ്റുകയാണ്. ഈ ഇൽമ് എവിടെയാണോ ലഭിക്കുക, ഇത് ഒരു ആലിമിന്റെ സഹവാസത്തിൽ നിന്ന് കേട്ടാൽ ഈ അറിവ് നമുക്ക് മനസ്സിലാവുകയില്ല. അള്ളാഹുവിനെ കുറിച്ച് പഠിച്ച് മനസ്സിലാക്കിയ ആരിഫീങ്ങളായ മഹാന്മാരോട് സഹവസിച്ചെങ്കിൽ മാത്രമേ ഈ ഖശിയ്യത്തും മുഹബ്ബത്തും ഉണ്ടാക്കുന്ന ഇൽമിന്റെ വക്താക്കളായി നമുക്ക് മാറാൻ കഴിയുകയുള്ളൂ. ഈ ഖശിയ്യത്തും മുഹബ്ബത്തും ഉണ്ടായാൽ നമുക്ക് മനസ്സിലാക്കാം, ഞാൻ ഈമാനിന്റെ വക്താവാണ്. ആ ഈമാനിന്റെ വക്താവിനെ കുറിച്ചാണ് അള്ളാഹു തആല പറഞ്ഞത്, ഇവൻ എന്റെ സുഹൃത്താണ്, ഞാൻ അവന്റെ സ്നേഹിതനാണ്. ഇങ്ങനെ അള്ളാഹു തആല സ്നേഹിതനാക്കിയ ആ മേഖലയിലേക്ക് എത്താനുള്ള അധ്വാനവും അതിന്റെ അറിവും പഠിക്കാൻ നാം ശ്രമിക്കുകയും അധ്വാനിക്കുകയും ചെയ്യേണ്ടതാണ്. बुजुर्गों और दोस्तों, ये ईमान जब हमारे अंदर पैदा हो जाता है तो अल्लाह से मोहब्बत और खशियत पैदा हो जाती है। आज हम अपने अंदर जायजा लेकर देखना कि मेरा खल्क का क्या आलम है। आज हम ये कहते हैं कि मैं अल्लाह को चाहने वाला हूँ, मैं मोहम्मदुर रसूलुल्लाह को चाहने वाला हूँ, मैं उनको चाहने वाला हूँ, मैं इनको चाहने वाला हूँ, लेकिन हमारी जबान पर अगर तज़किरा रहता तो सिर्फ दुनिया का तज़किरा रहता है। बुजुर्गों, दर हकीकत अगर सही में अगर चाहने वाला अगर होता अल्लाह को और मोहम्मदुर रसूलुल्लाह को, तो बुजुर्गों उसकी जबान पर दुनिया नहीं बुजुर्गों, बल्कि उसकी जबान पर अगर सिर्फ जिक्र रहता तो सिर्फ अल्लाह ही का जिक्र रहता है, अल्लाह ही का जिक्र रहता है। हमेशा वो अल्लाह को पुकारता रहता है, चाहे वो मुसीबत में हो या राहत में, चाहे वो बुजुर्गों सफर में हो या घर में, हर वक्त अल्लाह ही को पुकारते रहता है, क्योंकि उसको अल्लाह से मोहब्बत रहती है। लेकिन आज हमारा क्या आलम है बुजुर्गों, हम ये कहते हैं कि अल्लाह की मोहब्बत भी होना, दुनिया भी होना, अल्लाह की मोहब्बत भी होना, दुनिया भी होना। बुजुर्गों, ये ऐसा मोहब्बत रखने वालों के दिल में ईमान कभी पैदा नहीं हो सकता है। ईमान कहते उसे ही है जिसके क़ल्ब में सिर्फ और सिर्फ अल्लाह और उसके रसूल की मोहब्बत हो। बुजुर्गों, हम ये कहते हैं कि मेरे दिल में अल्लाह की भी मोहब्बत होना, दुनिया भी होना। बुजुर्गों, दुनिया के लिए हम अपनी जिंदगी को बर्बाद कर रहे हैं, दुनिया को हासिल करने के लिए हम अपनी जिंदगी को बर्बाद कर रहे हैं, खसारे में डाल रहे हैं। बुजुर्गों, ये दुनिया की ख्वाहिश में, दुनिया के लज्जात को हासिल करने के लिए हमेशा अल्लाह को याद करते हैं, पुकारते हैं, इबादतें करते हैं। बुजुर्गों, कभी अल्लाह की मोहब्बत को हासिल करके देखो। खुदा की कसम, जो दुनिया जब तक हमको नहीं मिली थी, अल्लाह सदक़े में मोहम्मदुर रसूलुल्लाह की और ज्यादा नेमतें दुनिया में अल्लाह ताला हमको अता फरमाए। अल्लाह ताला खुद बयान कर रहा है, जो ईमान हासिल करता है
میں اس کو زمین سے برکت اور آسمان سے رحمتیں نازل کرتا ہوں. لیکن آج ہمارے زندگی کا معاملہ کیا ہے بزرگوں؟ ہم دو پیسے کے بزرگوں عزت کے لیے ہم اللہ کو پکارتے ہیں، اے اللہ مجھ کو عزت دے. بزرگوں جب تم ایمان حاصل کر لو تو پکارنے کی ضرورت نہیں ہے، بغیر پکارے کہ اللہ تعالی ہم کو عزت دینے والا ہے. اللہ تعالیٰ خود ارشاد فرما رہا ہے وَتُعِزُّ مَن تَشَاءُ وَتُذِلُّ مَن تَشَاءُ، میں ہی تمہیں عزت دینے والا ہوں اور میں ہی تمہیں ذلت دینے والا ہوں. عزت اور ذلت دینا اللہ کے ہاتھ میں ہے. بزرگوں اللہ سے محبت کر کے دیکھو، اللہ سے محبت کر کے اگر ہم دیکھیں گے تو بزرگوں تب ہم کو پتا چلے گا کہ اب کی زندگی اچھی تھی یا جب کی زندگی اچھی ہے. بزرگوں اللہ کا ہم پر بڑا فضل ہے، وہ علم کو دینے والے اللہ تعالیٰ ابھی بھی اس دنیا میں موجود رکھا ہے لوگوں کو. بزرگوں ہم ان کی صحبتوں میں بیٹھ کر اس علم کو حاصل کرنا، جو علم کو حاصل کر کے آج اللہ تعالیٰ ان کو مقام پہ فائز فرمایا. بزرگوں اگر ہم وہ علم حاصل کر لیں گے بزرگوں اللہ کی محبت اور خشیت پیدا ہوگی. علم کے بغیر ہم یہ کبھی نہیں کہنا اللہ ایمان والا بنانا چاہا، اللہ ولی بنانا چاہا تو بنا دے گا. بزرگوں ولایت دو قسم کی ہے، ایک وہبی اور ایک کسبی. بزرگوں وہبی اللہ اپنے فضل و کرم سے عطا فرماتا ہے. بزرگوں ہم سب وہبی کی چکر میں نہیں بلکہ کسبی کی خواہش میں جانا. بزرگوں اللہ فضل فرمایا تو مل جائے گی، لیکن اللہ اگر فضل نہیں فرمانا چاہا تو بزرگوں ہمیں ولایت نہیں مل سکتی. ہم جتنا ہو سکا اللہ والے ہم کو بتلاتے ہیں ہم کسب کرنا، کسبی ولایت یعنی ہم کسب کرنا، محنت کرنا. اگر ہم محنت اور کسب کریں گے اللہ تعالیٰ ضرور ہم پر فضل فرمائے گا. بزرگوں اللہ کے خود کیے، اللہ خود یہ ارشاد فرما رہا ہے، محمد الرسول اللہ صلی اللہ علیہ وسلم ہم کو بتلا رہے ہیں تم کسب کرو. اگر ہم کسب کریں گے اللہ کی راہ میں اللہ ضرور ہم پر فضل فرمائے گا. بزرگوں آج ہمارا یہ عالم ہے اللہ دینا چاہا تو لیں گے نہیں تو نہیں. بزرگوں اللہ دینا نہیں چاہتا اور ہم لینا نہیں چاہتے. بزرگوں ایسا ہی اگر ہم اپنی زندگی کو ختم کر دیں گے بزرگوں ہماری دنیا بھی خراب ہو جائے گی اور ہماری آخرت بھی خراب. اللہ ہم سبوں کی حفاظت فرمائے. بزرگوں ہم جتنا ہو سکا کسب کریں. بزرگوں کسب کریں گے تو اللہ تعالیٰ ضرور ہم پر فضل فرمائے گا. اس علم کو حاصل کرنا، علم کو حاصل کریں گے انشاءاللہ ہمارے دل میں اللہ کی محبت اور خشیت پیدا ہو جائے گی. بزرگوں اللہ تعالیٰ خود قرآن میں ارشاد فرما رہا ہے بزرگوں جو کوئی بندہ علم حاصل کرتا ہے اللہ تعالیٰ اس کے دل میں خشیت اپنی پیدا کرتا ہے. انما یخشی اللہ من عبادہ العلماء. بزرگوں اللہ کیا ارشاد فرما رہا ہے؟ جو بندہ علم حاصل کرتا ہے بزرگوں اللہ تعالیٰ اس کے دل میں اپنی خشیت عطا فرماتا ہے. بزرگوں وہ خشیت کو حاصل کرنا، وہ محبت کو اپنے اندر پیدا کرنا، پیدا کرنے والے اس دنیا میں ابھی بھی موجود ہے. بزرگوں موجود ہے تو ہم ان سے استفادہ اٹھا کر اس علم کو حاصل کرنا. جب ان کی صحبتوں میں آ جاتے ہیں تو بزرگوں ان کا سب سے پہلا یہ کام رہتا ہے کہ ہمارے قلب کو صاف کرتے ہیں، علم کے محل کو صاف کرتے ہیں. بزرگوں کیسے صاف کرتے ہیں؟ ذکر کے ذریعے وہ صاف کرتے ہیں. بزرگوں جب وہ ذکر کر کے ہم ہمارا قلب صاف کر لیتے ہیں بزرگوں اس کے بعد علم اور عرفان کی دولت سے اللہ کے محبوب بندوں میں وہ شامل کرتے ہیں. بزرگوں ہمارا قلب ہمارا صاف ہونا، آج ہمارا قلب گندا ہے. بزرگوں ہمارے قلب میں دنیا کی محبت بھری ہوئی ہے. یہ دنیا کی محبت کو نکال کر ہم اپنے قلب کو صاف کر کے یہ علم اور عرفان کی دولت کو بزرگوں اپنے قلب میں اتارنے کی ہم کوشش کرنا. اللہ والے ہمارے پیراں اکثر یہ ارشاد فرماتے میاں عالم کی بارگاہ میں، عالم کی صحبت میں تم اپنے زبان کی حفاظت کرنا، لیکن جب ولی کی صحبت میں جب تم آتے ہیں تب تم اپنے قلب کی حفاظت کرنا، جب تم قلب کو حفاظت کرنا. بزرگوں عالم کی صحبت میں جائیں گے تو زبان کی کیوں حفاظت کرنا؟ کچھ بھی اگر عالم کی صحبت میں بیٹھ کر اگر کچھ بول دیں گے تو کفر کا فتویٰ لگ جائے گا، کفر کا فتویٰ لگ جائے گا. لیکن جب اللہ والے کی صحبت میں آ کر جب ہم اپنے قلب کی حفاظت کرتے ہیں تو بزرگوں جب ہم اپنے قلب کی حفاظت نہیں کرتے ہیں تو بزرگوں اللہ والوں کی نظر ہمارے قلب پہ رہتی ہے، زبان پر نہیں.
बल्कि हम उनकी नजर हमारे खल्फ पर रहती है। बुजुर्गों, अपने नजर के सदक़े में, वसीले में हमारे खल्फ को साफ करके अल्लाह के जिक्र से, इल्म और इरफान की दौलत से नवाजते हैं। तो बुजुर्गों, आज हम जिसकी याद में जमा है वो भी किसी वली की सोहबत में बैठकर ये मकाम को हासिल किए, तो हम भी जिंदा वलियां उनकी सोहबतों में बैठकर हम भी अगर हम ये मकाम को हासिल कर लेंगे, कल हमारे मरने के बाद, आंख बंद होने के बाद हमारा तज़किरा भी आज जिनका इस तरह मना रहे हैं, अल्लाह ताला भी लोगों को हमारे तज़किरा करने की तौफीक अता फरमाएगा। बुजुर्गों, ये कैफियत को अपने अंदर पैदा करके अगर जिंदगी बसर करेंगे तो इंशाअल्लाह जिंदगी से अल्लाह भी खुश हो जाएगा और मुहम्मदुर रसूलुल्लाह भी खुश हो जाएंगे। ബഹുമാനികളെ, നാം ഇന്ന് ഈമാന് അവകാശപ്പെടുന്നവരാണ്, മുഅ്മിനീങ്ങളാണ് എന്ന് നമുക്ക് അവകാശമുണ്ട്. അതോടൊപ്പം ഞാൻ അള്ളാഹുവിനെയും സ്നേഹിക്കുന്നവനാണ്, അള്ളാഹുവിൻ്റെ റസൂലിനെയും സ്നേഹിക്കുന്നവനാണ് എന്നൊക്കെ നാം അവകാശപ്പെട്ടുകൊണ്ടിരിക്കുന്നു. എന്നാൽ നാം നമ്മെക്കുറിച്ച് ശരിക്കൊരു ആത്മപരിശോധന നടത്തേണ്ടതാണ്. ഞാൻ അള്ളാഹുവിനെ സ്നേഹിക്കുന്നുണ്ടോ? അള്ളാഹുവിനെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ ആ സ്നേഹത്തിന്റെ അടയാളമായി എന്നിൽ എന്താണുള്ളത്? അള്ളാഹുവിന്റെ ഖശിയ്യത്ത് എന്നിലുണ്ടോ? ആ ഖശിയ്യത്തിന്റെ അടയാളമായി എന്നിൽ എന്താണ് കാണാൻ കഴിയുന്നത്? നാം ഇത് ആത്മാർത്ഥമായി നമ്മെ ഒരു മുഖവിലക്കെടുത്തുകൊണ്ട് യഥാർത്ഥത്തിൽ അള്ളാഹുവിനെയും അവന്റെ റസൂലിനെയും സ്നേഹിക്കുന്നവന് ഉണ്ടാകേണ്ട ഏത് ഗുണങ്ങളൊക്കെയാണ് ഞാൻ എന്നിൽ ഒരുമിച്ച് കൂട്ടിയിട്ടുള്ളത്? എന്തിന്റെ പേരിലാണ് ഞാൻ എന്നെക്കുറിച്ച് ഞാൻ ഈമാനുള്ളവനാണ്, അള്ളാഹുവിനെ സ്നേഹിക്കുന്നവനാണ്, അള്ളാഹുവിന്റെ റസൂലിനെ സ്നേഹിക്കുന്നവനാണ് എന്നൊക്കെ അവകാശപ്പെട്ടുകൊണ്ടിരിക്കുന്നത്? ബഹുമാനികളെ, നാം ഇന്ന് മനസ്സിലാക്കുന്നത് എനിക്ക് അള്ളാഹുവിനോടുള്ള സ്നേഹവും ഉണ്ടാകണം, അതോടൊപ്പം ദുനിയാവിനോടുള്ള സ്നേഹവും ഉണ്ടാകണം. അള്ളാഹുവിന്റെ സ്നേഹവും വേണം, ദുനിയാവിന്റെ സ്നേഹവും വേണം. ഒരു സ്നേഹത്തോടൊപ്പം മറ്റേ സ്നേഹം പോകാൻ പാടില്ല, രണ്ടും കൂടി ഒരുമിച്ച് കൂട്ടണം എന്നാണ് നാം ആഗ്രഹിച്ചു കൊണ്ടിരിക്കുന്നത്. എന്നാൽ ബഹുമാനികളെ, ഏതൊരു മനുഷ്യന് അള്ളാഹുവിനോടുള്ള സ്നേഹം ഉണ്ടാക്കാൻ വേണ്ടി പരിശ്രമിക്കുന്നോ അയാളുടെ ഉള്ളിൽ ദുനിയാവിനോടുള്ള സ്നേഹം ഉണ്ടാവുകയും ദുനിയാവിന്റെ സ്നേഹം പുറത്തു പോവുകയാണ് ചെയ്യുക. ഈ ദുനിയാവിന്റെ സ്നേഹം നിലനിർത്തിക്കൊണ്ട് അള്ളാഹുവിന്റെ സ്നേഹം നേടാനാണ് നാം പരിശ്രമിച്ചു കൊണ്ടിരിക്കുന്നത്. ഒരാൾക്ക് അള്ളാഹുവിനോട് സ്നേഹമാകുന്ന അറിവ് ഏതൊരു മനുഷ്യൻ നേടിയെടുക്കുന്നോ അതിന്റെ പ്രഥമമായ അടയാളം തന്നെ അയാൾക്ക് ക്രമേണ ദുനിയാവിനുള്ള ബന്ധവും ദുനിയാവിനുള്ള സ്നേഹവും ഇല്ലാതായി തീരുകയാണ് ചെയ്യുക. അതിനനുസരിച്ച് അള്ളാഹുവിനോടും അവരുടെ റസൂലിനോടുള്ള സ്നേഹം വർദ്ധിച്ചുകൊണ്ടിരിക്കുകയുമാണ് ചെയ്യുക. നാം ഇന്ന് അള്ളാഹുവിന്റെ ഓർത്തുകൊണ്ടിരിക്കുന്നു. എന്തിനു വേണ്ടി? ഒരു ചില്ലിക്കാശ് കിട്ടാൻ വേണ്ടിയാണ് നാം അള്ളാഹുവിനെ ഓർത്തുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ അള്ളാഹുവിനെ ഓർത്താൽ എനിക്ക് എന്തെങ്കിലും ഒരു ചില്ലിക്കാശ് കിട്ടുമെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അള്ളാഹുവിനെ ഞാൻ ധാരാളം ദിക്ർ ചെയ്തു, അങ്ങനെ ദിക്ർ ചെയ്യുന്നതിനാൽ എനിക്ക് ദുനിയാവിൽ നല്ല അന്തസ്സും അഭിമാനവും ലഭിക്കും. അതിനുവേണ്ടി നാം അള്ളാഹുവിനെ ദിക്ർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ബഹുമാനികളെ, ഇന്ന് നാം അള്ളാഹുവിന്റെ ദിക്ർ ചെയ്യുന്നത് ഈ ദുനിയാവിലെ അഭിമാനത്തിന് വേണ്ടി, അന്തസ്സിന് വേണ്ടി, സമ്പത്തിന് വേണ്ടി, ഇതിനൊക്കെ വേണ്ടിയാണ് നാം അള്ളാഹുവിനെ ദിക്ർ ചെയ്തതെങ്കിൽ ഈ അവസ്ഥയിൽ നിന്ന് മാറിക്കൊണ്ട് അള്ളാഹുവിനെ സ്നേഹിച്ചുകൊണ്ട് അള്ളാഹുവിനെ ദിക്ർ ചെയ്യാനൊന്ന് തുടങ്ങി നോക്കി. അള്ളാഹുവിനുള്ള സ്നേഹം തന്റെ ഉള്ളിൽ ഉണ്ടാക്കിക്കൊണ്ട് ആ സ്നേഹത്തിന്റെ പേരിൽ അള്ളാഹുവിനെ ഒന്ന് ഓർക്കാൻ തുടങ്ങി നോക്കി. അങ്ങനെ നിങ്ങൾ അള്ളാഹുവിനെ സ്നേഹിച്ചുകൊണ്ട് അള്ളാഹുവിനെ ഓർക്കാൻ തുടങ്ങിയാൽ ഇന്ന് നിങ്ങൾ എത്ര കഷ്ടപ്പെട്ടുകൊണ്ട് ഏതൊരു ദുനിയാവിന്റെ പിന്നാലെ ഓടിക്കൊണ്ടിരിക്കുന്നു അതിനേക്കാൾ കൂടുതൽ അന്തസ്സായിക്കൊണ്ട് ദുനിയാവിൽ വെച്ച് തന്നെ അള്ളാഹു തആല അവന്റെ നിഅമത്തുകൾ നിങ്ങൾക്ക് നൽകുന്നതാണ്. അള്ളാഹു തആല പരിശുദ്ധ ഖുർആനിലൂടെ പ്രഖ്യാപിച്ചു, നിങ്ങൾ ഈമാനിന്റെയും തഖ്വയുടെയും അവകാശികളായി മാറുകയാണ് എന്നുണ്ടെങ്കിൽ ഈ ആകാശ ലോകത്തു നിന്നും ഭൂമി ലോകത്തു നിന്നും നിങ്ങളുടെ മേൽ റഹ്മത്തുകൾ നമ്മൾ വർഷിപ്പിക്കുന്നതാണ്. അല്ലാഹു തആല ഈമാനുള്ളവന്റെ മേൽ ഈ റഹ്മത്തും ബർക്കത്തും വർഷിപ്പിക്കാമെന്ന് വാഗ്ദാനം ചെയ്യുന്നെങ്കിൽ നാം ആ ദുനിയാവിലുള്ള അനുഗ്രഹങ്ങൾ നേടാൻ അള്ളാഹുവിനെ വിസ്മരിച്ചുകൊണ്ട് പോകേണ്ട കാര്യം എന്താണുള്ളത്? നാം അള്ളാഹുവിനെ സ്നേഹിക്കാൻ തുടങ്ങുക, ഈമാനിന്റെ വക്താക്കളായി മാറുക. അങ്ങനെ അള്ളാഹുവിനെ സ്നേഹിച്ച് നാം അള്ളാഹുവിനെ ഓർക്കാൻ തുടങ്ങിയാൽ അള്ളാഹു തആല നമുക്ക് അഭിമാനവും അന്തസ്സും നൽകുന്നതാണ്. നാം ഇന്ന് കഷ്ടപ്പെട്ടുകൊണ്ട് അഭിമാനത്തിന് വേണ്ടി അള്ളാഹുവിനെ ഓർക്കാൻ ശ്രമിക്കുകയാണ്. അഭിമാനം ദുനിയാവിൽ നേടാൻ വേണ്ടി നിങ്ങൾ അള്ളാഹുവിനെ ഓർക്കണ്ട, മറിച്ച് അള്ളാഹുവിനോട് സ്നേഹത്തിന്റെ പേരിൽ അള്ളാഹുവിനെ ഓർക്കുക. അള്ളാഹു തആല എന്തെന്നില്ലാത്ത അഭിമാനവും അന്തസ്സും ദുനിയാവിൽ നിങ്ങൾക്ക് നൽകുന്നതാണ്. നിങ്ങൾ അള്ളാഹുവിനെ സ്നേഹിച്ച് അള്ളാഹുവിനെ ഓർക്കുന്ന ആളുകളുടെ ജീവിതം കണ്ട് പഠിക്കുക. അങ്ങനത്തെ ആളുകൾ അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകിയിരിക്കുകയാണ്. അങ്ങനത്തെ ഈമാനിന്റെ വക്താക്കളെ ഖിയാമത്ത് നാൾ വരെ അള്ളാഹു തആല നിലനിർത്തും. അവർ അള്ളാഹുവിനോടുള്ള ഓർമ്മയും അള്ളാഹുവിന്റെ ദിക്റിലും അള്ളാഹുവിന്റെ സ്നേഹത്തിലും അള്ളാഹുവിന്റെ ഖശിയ്യത്തിലും മാത്രം ജീവിക്കുന്നവരാണ്. അവരുടെ പ്രയത്നം തന്നെ അവരുടെ മുന്നിൽ വരുന്ന ആളുകളെയും ഇതുപോലെ അള്ളാഹുവിനോട് സ്നേഹമുള്ളവരാക്കി മാറ്റുക, അള്ളാഹുവിന്റെ ഖശിയ്യത്തുള്ളവരാക്കി മാറ്റുക. അതിന്റെ പ്രയത്നമാണ് അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അങ്ങനത്തെ ആളുകളെ നിങ്ങൾ കാണുക. ആളുകൾ അള്ളാഹു തആല
ഖിയാമത്ത് നാൾ വരെ നിലനിർത്തും. അങ്ങനത്തെ ആളുകളോട് സഹവസിക്കാൻ തയ്യാറായാൽ നമ്മുടെ ഹൃദയത്തിൽ നിന്നും ദുനിയാവിനുള്ള മുഹബ്ബത്തും ദുനിയാവിന്റെ പേടിയും ജനങ്ങളെ കുറിച്ചുള്ള പേടിയും പോയിക്കൊണ്ട് അള്ളാഹുവിന്റെ ഖശിയത്ത്, അള്ളാഹുവിന്റെ മുഹബ്ബത്ത് നമ്മുടെ ഹൃദയത്തിലും സ്ഥലം പിടിക്കും. ആ സമയത്ത് അള്ളാഹു തആല സ്വയം നമുക്ക് അഭിമാനവും അന്തസ്സും നൽകാൻ തയ്യാറാണ്. അള്ളാഹു തആല തന്നെ ഖുർആനിലൂടെ പറയുന്നു, വതുഇസ്സു മൻ തശാ വതുദില്ലു മൻ തശാ. അള്ളാഹുവേ നീയാണ് അഭിമാനം നൽകുന്നവൻ, അള്ളാഹുവേ നീയാണ് നിന്ദ നൽകുന്നത് എന്ന പ്രാർത്ഥന അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് പഠിപ്പിച്ചിരിക്കുകയാണ്. അഭിമാനവും അന്തസ്സും അള്ളാഹുവിന്റെ കയ്യിലാണ്. അവൻ ആർക്ക് ഉദ്ദേശിച്ചോ അവർക്കാണ് ഇത് നൽകുക. ആ അള്ളാഹു നൽകുന്ന അഭിമാനത്തിന്റെ വക്താക്കളായി മാറാൻ നാം ഈമാനിന്റെ അവകാശികളായി മാറുകയാണ് വേണ്ടത്. ആ ഈമാൻ നേടാൻ പറ്റിയതായ അറിവേതോ ആ ഈമാൻ ഉണ്ടാക്കാൻ ആവശ്യമായ അറിവ്, ആ അറിവ് പഠിക്കാൻ നമ്മൾ പരിശ്രമിക്കുക. അധ്വാനത്തിലൂടെ മാത്രമേ ഈ അറിവും ആ അറിവിലൂടെ ഈമാനും വിലായത്തും ലഭ്യമാവുകയുള്ളൂ. നാം ഇന്ന് മനസ്സിലാക്കുകയാണ്, എനിക്ക് അള്ളാഹുവിന്റെ അടുക്കൽ വലിയായി മാറണം, ആ വലിയായി മാറാൻ ഞാൻ അള്ളാഹുവിനോട് ദുആ ചെയ്യാണ്, അള്ളാഹു തആലയുടെ ഫദ്ല് കൊണ്ട് എന്നെ വലിയാക്കി മാറ്റണം. അതല്ലാതെ ഞാൻ അധ്വാനിക്കാനൊന്നും തയ്യാറല്ല, പരിശ്രമിക്കാൻ ഞാൻ തയ്യാറല്ല. പരിശ്രമിക്കാതെ അള്ളാഹു തആല അവന്റെ ഔദാര്യമായി അവന്റെ ഫദ്ല് കൊണ്ട് എന്നെ വലിയാക്കി മാറ്റണം എന്നാണ് നമ്മൾ ആലോചിച്ചു കൊണ്ടിരിക്കുന്നത്. ബഹുമാനികളെ, അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ അടുക്കൽ വിലായത്ത് രണ്ട് തരത്തിലുണ്ട്. ഒന്ന് വഹബിയായ വിലായത്ത്, മറ്റൊന്ന് കസ്ബിയായ വിലായത്ത്. വഹബിയായ വിലായത്ത് എന്ന് പറഞ്ഞാൽ അള്ളാഹു തആല അവന്റെ തൃപ്തി കൊണ്ട് അവന്റെ ഫദ്ല് കൊണ്ട് അവന്റെ വിലായത്തിലേക്ക് അവൻ ഉദ്ദേശിച്ചവരാൻ തെരഞ്ഞെടുക്കുന്നു. അങ്ങനെ അള്ളാഹു തആല വലിയാക്കി മാറ്റും. എന്നാൽ നാം ഇന്ന് ചർച്ച ചെയ്യുന്നത്, നമ്മൾ പരിശ്രമിച്ചു കൊണ്ടിരിക്കേണ്ടത് ഈ വഹബിയായ വിലായത്തിലൂടെ എങ്ങനെയെങ്കിലും വിലായത്ത് നേടിയാൽ രക്ഷപ്പെടാമായിരുന്നു എന്നാണ് നമ്മൾ ആലോചിച്ചു കൊണ്ടിരിക്കുന്നത്. അങ്ങനെയല്ല ബഹുമാനികളെ, നാം പരിശ്രമിക്കേണ്ടത് കസബിയായ അധ്വാനം കൊണ്ട്, പരിശ്രമം കൊണ്ട് ഇന്ന അറിവ് നിങ്ങൾ സമ്പാദിക്കുക. ആ അറിവ് സമ്പാദിച്ചാൽ ദുനിയാവിനോട് പ്രേമം നിങ്ങളുടെ ഉള്ളിൽ നിന്ന് പുറത്തു പോകും, അള്ളാഹുവിനോട് സ്നേഹമായി വരും, അള്ളാഹുവിന്റെ റസൂലിനോട് സ്നേഹമായി വരും, അള്ളാഹുവിന്റെ ഖശിയത്ത് നിങ്ങളുടെ ഉള്ളിൽ ഉണ്ടാകും. ഇങ്ങനത്തെ ഒരു അറിവ് നിങ്ങൾ പഠിച്ച് ഈ ഖശിയത്തിന്റെയും മുഹബ്ബത്തിന്റെയും വക്താക്കളായി മാറിയാൽ ഖുർആൻ പറയാൻ നിങ്ങൾ മുഅ്മിനീങ്ങളാണ്, അള്ളാഹുവിന്റെ റസൂൽ പറയാൻ നിങ്ങൾ മുഅ്മിനീങ്ങളാണ്. ഈ മുഅ്മിനീങ്ങളായ ആളുകളെ അള്ളാഹു തആല സ്വയം അവന്റെ സുഹൃത്തായി ഏറ്റെടുത്തിരിക്കുകയാണ്. അള്ളാഹു തആല വിലായത്ത് നൽകി അനുഗ്രഹിച്ചിരിക്കുകയാണ്. ഈ കസ്ബിയായ വിലായത്ത് സമ്പാദിക്കാനാണ് നമ്മളൊക്കെ പരിശ്രമിച്ചു കൊണ്ടിരിക്കുന്നത്. പക്ഷേ ഈ കസ്ബിലേക്ക് തുനിയാൻ നമ്മൾ തയ്യാറല്ല. നാം ഏതൊരു സന്ദർഭത്തിൽ ഇവിടെ പരിശ്രമത്തിലൂടെ മുന്നേറാൻ തയ്യാറായോ, അങ്ങനെ പരിശ്രമിച്ചാൽ അള്ളാഹു തആല അവൻ നമ്മുടെ മേൽ ഫദ്ൽ ചെയ്യും. ആ ഫദ്ലിലൂടെ അള്ളാഹുവിന്റെ അടുക്കൽ നമ്മൾക്ക് വിലായത്തിന്റെ അവകാശികളായി മാറാൻ കഴിയും. നമ്മൾ പരിശ്രമത്തിൽ നിന്ന് ഒഴിവായിക്കൊണ്ട് ചെലവൊന്നും കൂടാതെ ഫ്രീയായി സൗജന്യമായി വിലായത്ത് ലഭിക്കണമെന്ന് ഉദ്ദേശിച്ചാൽ അതുകൊണ്ട് അള്ളാഹുവിന്റെ അടുക്കൽ വിലായത്ത് ലഭിച്ചോളണമെന്നില്ല. നമുക്ക് വിലായത്ത് നേടണമെന്നുള്ള ആഗ്രഹമില്ല, അള്ളാഹു തആല വിലായത്തോട് നൽകുന്നവനുമല്ല. നമ്മൾ മനസ്സിലാക്കണം, അള്ളാഹു തആല നൽകുന്നവന് വാങ്ങാം, നമ്മൾക്ക് വാങ്ങാൻ ആഗ്രഹമില്ല, അള്ളാഹു തആല നൽകുന്നവനുമല്ല. അപ്പൊ അതുകൊണ്ട് ബഹുമാനികളെ, വിലായത്ത് കസ്ബിയായ നിലക്ക് സമ്പാദിച്ചുണ്ടാക്കാൻ പറ്റിയതായ ആ സമ്പാദ്യം എങ്ങനെയാണ്, അത് അധ്വാനം എങ്ങനെയാണ്, ആ വിലായത്തിന് ആവശ്യമായ അധ്വാനം പഠിപ്പിച്ചു തരുന്ന ആളുകളെ അള്ളാഹു തആല നമുക്ക് കാട്ടി തന്നിരിക്കുകയാണ്. അവരുടെ സഹവാസങ്ങൾ അള്ളാഹു നമ്മളെ ഇരുത്തിയിരിക്കുകയാണ്. ഖിയാമത്ത് നാൾ വരെ, അന്ത്യനാൾ വരെ അങ്ങനെ ആ ഈമാനിലേക്ക് നയിക്കുന്ന, ഈ അധ്വാനത്തിലൂടെ കസ്ബിലൂടെ ലഭിക്കുന്ന വിലായത്തിലേക്ക് എത്തിക്കുന്ന ആളുകളെ അള്ളാഹു തആല ലോകത്ത് നിലനിർത്തുകയാണ്. ആ ഔലിയാക്കളെ കണ്ടെത്തി അവരുടെ സഹവാസത്തിൽ ഇരുന്നുകൊണ്ട് നാമും ഈ വിലായത്തിന്റെ അവകാശികളായി മാറുകയാണ് വേണ്ടത്. അവരുടെ അടുക്കൽ വരുമ്പോൾ അവർ ചെയ്യുന്ന ഏറ്റവും ഒന്നാമത്തെ പ്രവർത്തനം, അവർ നമുക്ക് ഇൽമു നൽകണമെങ്കിൽ ആ ഇൽമിന്റെ കേന്ദ്രം നമ്മുടെ ഹൃദയമാണ്. നമ്മുടെ ഹൃദയം വൃത്തിയുള്ളതല്ല, ശുദ്ധമല്ല. ഈ അശുദ്ധമായ ഹൃദയത്തിലേക്ക് ഈമാനികമായ അറിവുകൾ അവർ ഒരിക്കലും തന്നെ വർഷിപ്പിക്കുന്നതല്ല. അവരുടെ അറിവിന് അവകാശികളായി മാറണമെങ്കിൽ നമ്മുടെ ഹൃദയത്തെ ആദ്യം ശുദ്ധമായി നിലനിർത്തണം. ഈ ഹൃദയം ശുദ്ധമാകൽ എന്തുകൊണ്ടാണ്? അള്ളാഹുവിന്റെ ദിക്ർ കൊണ്ടാണ്. അതുകൊണ്ട് അള്ളാഹുവിന്റെ ഔലിയാക്കൾ നൽകിയതായ ഈ ദിക്റിലേക്ക് നാം ശ്രദ്ധിക്കുന്നവരായി മാറണം. നമ്മുടെ ഹൃദയത്തിൽ അള്ളാഹുവിന്റെ ദിക്ർ ഉണ്ടാക്കി ആ ദിക്റോടുകൂടി നിങ്ങൾ അവരുടെ സഹവാസത്തിൽ ഇരിക്കുക. നമ്മുടെ ഹൃദയം ശുദ്ധമാണെന്ന് അവർ കണ്ടാൽ നമ്മുടെ ഈമാനികമായ ഖശിയത്തിനും മുഹബ്ബത്തിനും ആവശ്യമായ അറിവുകൾ അവരുടെ നോട്ടത്തിലൂടെ അവർ നമുക്ക് പകർന്നു തന്നുകൊണ്ടിരിക്കും. അള്ളാഹുവിന്റെ മഹാന്മാരായ ഔലിയാക്കൾ പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ ആലിമീങ്ങളുടെ സഹവാസത്തിൽ ഇരിക്കുകയാണെങ്കിൽ നിങ്ങൾ നാവിനെ നന്നായി സൂക്ഷിക്കണം. നിങ്ങൾ അള്ളാഹുവിന്റെ ഔലിയാക്കളായ ആലിമീങ്ങളായ ആളുകളുടെ സഹവാസത്തിൽ ഇരുന്നാൽ നാവിനെ സൂക്ഷിക്കണം. അള്ളാഹുവിന്റെ ഔലിയാക്കളായ മഹാന്മാരുടെ സഹവാസത്തിൽ ഇരിക്കുമ്പോൾ നിങ്ങളുടെ ഹൃദയങ്ങളെയാണ് സൂക്ഷിക്കേണ്ടത്. ആലിമീങ്ങളുടെ സഹവാസത്തിലിരിക്കുന്ന സമയത്ത് നാവിനെ സൂക്ഷിക്കണമെന്ന് പറയാൻ കാരണം, നിങ്ങൾ അഥവാ നാവിനെ സൂക്ഷിക്കാത്ത തനിക്ക് തോന്നിയെന്തെങ്കിലുമൊക്കെ പറഞ്ഞാൽ പിന്നെ അവർ നിങ്ങളെ കുറിച്ച് ഫത്വകൾ പറഞ്ഞു, ഇനി കാഫറായിട്ടുണ്ട്, ഫാസിഖായിട്ടുണ്ട്, ഇന്ന് കേട് പറ്റിയിട്ട് അവരുടെ ഫത്വയ്ക്ക് നിങ്ങൾ വിധേയരാകേണ്ടി വരും. നിങ്ങൾ അവരുടെ മുമ്പിൽ സൂക്ഷിച്ചുകൊണ്ടേയിരിക്കാൻ പാടില്ല, സംസാരിക്കാൻ പാടില്ല. അള്ളാഹുവിന്റെ ഔലിയാക്കളുടെ നോട്ടം നാവിലേക്കല്ല, അവർ നോക്കുന്നത് ഹൃദയത്തിലേക്കാണ്. ഇവന്റെ ഹൃദയം ശുദ്ധമാണോ അശുദ്ധമാണോ?
ഇവന്റെ ഹൃദയത്തെ ശുദ്ധമാക്കാനുള്ള മാർഗം അള്ളാഹുവിന്റെ ദിക്റാണ്. ആ ദിക്റിലൂടെ ഹൃദയത്തെ ശുദ്ധീകരിച്ചുകൊണ്ട് ഈ മഹാന്മാരുടെ സഹവാസത്തിലിരുന്നാൽ അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ ഖശിയത്തിലേക്കും മുഹബ്ബത്തിലേക്കും നയിക്കുന്ന അറിവുകൾ അവരിലൂടെ അള്ളാഹു തആല നമുക്ക് പ്രദാനം ചെയ്യുന്നതാണ്. അവരിത് നൽകുന്ന അള്ളാഹുവിന്റെ ഔലിയാക്കളായ മഹാന്മാരുടെ സഹവാസത്തിൽ ഇരുന്നു കൊണ്ടാണ് ഈ സമ്പത്ത് കരസ്ഥമാക്കിയിട്ടുള്ളത്. അള്ളാഹുവിന്റെ ഔലിയാക്കളുടെ സഹവാസത്തിൽ ഇരുന്നുകൊണ്ട് ഈ ഖശിയത്തും മുഹബ്ബത്തിനും ആവശ്യമായ അറിവ് സമ്പാദിച്ച ഈ ഔലിയാക്കളുടെ സഹവാസത്തിന് നാമും ഇരുന്നുകൊണ്ട് നിങ്ങൾ ഈ അറിവൊന്ന് പകർന്നു നോക്കി, അപ്പോൾ നിങ്ങൾക്കറിയാൻ കഴിയും അള്ളാഹുവിനുള്ള മുഹബ്ബത്തിന്റെ സ്ഥിതി എന്താണ്, അള്ളാഹുവിനുള്ള ഖശിയത്ത് എങ്ങനെയാണ്. ഇതിൽ നാം അധ്വാനിക്കുകയാണെങ്കിൽ ഇൻഷാ അല്ലാഹ് അള്ളാഹുവിന്റെയും അവന്റെ റസൂലിന്റെയും തൃപ്തിയും പൊരുത്തവും നമുക്ക് സമ്പാദിക്കാൻ സാധിക്കുന്നതാണ്. आखिर में दुआ है, अल्लाह हम जो सुन रहे हैं कह रहे हैं इसको सही जानने, सीखने, समझने और उस पर अमल करने की तौफीक अता फरमा। ऐ अल्लाह हमारे क़ुलूब में तेरी मोहब्बत, तेरे रसूल की मोहब्बत, तेरे औलिया की मोहब्बत अता फरमा। ऐ अल्लाह हमारे क़ुलूब से दुनिया की मोहब्बत को हटा दे, तेरे दीन का इल्म हासिल करने का हमें आला ज़ौक़ और शौक़ अता फरमा।